നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടം എന്താണ് നടക്കുന്നത്? വെർച്വൽ നോക്കൗട്ട്. ജയിക്കുന്ന ടീം പ്ലേ ഓഫിലേക്ക് കയറും. തോൽക്കുന്ന ടീമിന് മിക്കവാറും പുറത്തു പോകാം. പക്ഷേ തോറ്റാലും CSKക്ക് കടക്കാം, ജയിച്ചാലും RCBക്ക് കടക്കാനും പറ്റില്ല എന്നൊരു സാഹചര്യവുമുണ്ട്. അത് നെറ്റ് റൺ റേറ്റ് അനുസരിച്ച് അതെല്ലാവർക്കും അറിയാവുന്ന കണക്കല്ലേ. RCBക്ക് ജയിക്കേണ്ടത് 18 റൺസിനെങ്കിലും ജയിക്കണം എന്നുള്ള തരത്തിലാണ്. അല്ലെങ്കിൽ 11 പന്തുകളെങ്കിലും ബാക്കി നിർത്തി അവർക്ക് ജയിക്കണം. 18.1 ഓവറുകളിൽ വിജയിക്കണം. ഇത് മഴ പെയ്തില്ലെങ്കിലുള്ള കണക്കുകളാണ്. കളി 20 ഓവർ നടക്കും, ആദ്യ ഇന്നിങ്സിൽ 200 റൺസെങ്കിലും പിറക്കും എന്നൊക്കെയുള്ള ഒരു അസംഷനിലുള്ള കണക്കുകളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്താൽ ഈ ഇക്വേഷനൊക്കെ മാറി മറിയും. എന്തായാലും മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വെതർ റിപ്പോർട്ടൊക്കെ ഉള്ളത്. എങ്കിലും മഴ ക്രിക്കറ്റ് ആവേശം തണുപ്പിക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ചിന്നസ്വാമിയിൽ ഒരു കടുത്ത പോരാട്ടത്തിലുള്ള വഴി തെളിയിച്ചു. രണ്ട് ടീമും രണ്ട് വ്യത്യസ്ത രൂപത്തിൽ കളിച്ചു വന്ന ടീമുകളാണ്. തുടക്കത്തിൽ തോറ്റ് പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് നിന്നൊരു ടീം അതിശക്തമായി തിരിച്ചടിച്ച് കുതിച്ചു വരുന്ന കാഴ്ചയാണ് RCBയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. തുടരൻ വിജയികൾ അവരെ പ്ലേ ഓഫ് സ്വപ്നം കാണുന്ന തരത്തിലേക്ക് എടുത്തുയർത്തിയെങ്കിലേ CSKയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ വിജയം പരാജയം അങ്ങനെ മാറി മറിഞ്ഞ് വന്നൊരു ടീമാണ്. പ്രത്യേകിച്ച് എവേ മത്സരങ്ങളിൽ അവർക്ക് നന്നായിട്ട് കാലിടറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എവേ മത്സരമാണ്, എന്ത് സംഭവിക്കുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇതിൽ ആര് ജയിക്കും, ആർക്കാണ് മുൻതൂക്കം എന്നൊക്കെ ചോദിച്ചാൽ ആരാധകർക്ക് പറയാൻ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാകും. നമ്മൾ പക്ഷേ ഈ വീഡിയോയിൽ ഈ ടീമുകളുടെ സ്ട്രാറ്റജി, ബാക്ക് ടു പ്ലെയർ സ്ട്രാറ്റജിയും അതുപോലെ പ്രോബിൾ 12 ഒക്കെ നോക്കിയാണ്. തന്ത്രവും മറുതന്ത്രവും ഒക്കെ ഇന്ന് എടുത്തങ്ങ് പയറ്റും രണ്ട് ടീമും എന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ RCBയുടെ കാര്യത്തിൽ വിൽ ജാക്സ് നാട്ടിലേക്ക് മടങ്ങിപ്പോയത് ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് പകരം ഇന്ന് ഗ്ലെൻ മാക്സ്വെൽ കളിക്കും. പിന്നെ എന്തായിരിക്കും ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി എന്നുള്ളതാണ്. സ്വപ്നിൽ സിംഗിനെ വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ 12 നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി, ദെൻ ഗ്ലെൻ മാക്സ്വെൽ, രജത് പട്ടിദാർ, മഹിബാൽ ലോംറോർ, കാമറൺ ഗ്രീന്, ദിനേഷ് കാർത്തിക്, യാഷ് ദയാൽ, കരൺ ശർമ്മ, മുഹമ്മദ് സിറാജ്, ലോക്കി ഫെർഗൂസൻ. ദെൻ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് സ്വപ്നിൽ സിംഗ് വരും, ഒരു ബാറ്റർ മാറ്റിക്കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കാരണം മൊയിൻ അലി പോയി, പകരം ആര്? സാന്നറെ ബൗൾ ചെയ്യാൻ വേണ്ടി എടുക്കാം. അജിങ്ക്യ രഹാനെ ഫോം ഔട്ട്. അപ്പോൾ റിസ്വിയെ കളിപ്പിച്ചേക്കും. അങ്ങനെയെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം പ്രതീക്ഷിക്കണം. എന്തൊക്കെ സംഭവിക്കും നമ്മൾ നോക്കുകയാണ്. CSKയുടെ പ്രോബിൾ 12 എന്ന് പറയുന്നത് രുദ്രാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര, ഡാരിൽ മിച്ചൽ, ശിവൻ ദ്യൂബെ, രവീന്ദ്ര ജഡേജ, സമീർ റിസ്വി, MS ധോനി, മിച്ചൽ സാന്നർ, ഷാർദുൽ താക്കൂർ, മഹീഷ് ദീക്ഷാന, തുഷാർ ദേശ്പാണ്ഡെ. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് സിമർജീത്ത്, ഒരു ബാറ്ററെ മാറ്റിക്കൊണ്ട് അദ്ദേഹം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മൾ CSKയുടെ ഒരു പ്രോബിൾ 12 ആയിട്ട് കാണുന്നത്. എന്തായാലും മഴ പെയ്തില്ലെങ്കിൽ ഇന്നൊരു തകർപ്പൻ പ്രകടനം പ്രതീക്ഷിക്കണം. രണ്ട് ടീമിൻ്റെ ഭാഗത്തും മികച്ച പെർഫോമൻസ് നടത്താൻ കെൽപ്പുള്ള താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു വെർച്വൽ നോക്കൗട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.